ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ റംദാൻ ഡേ 12 12ാമത്തെ ഇഫ്താർ വിശേഷങ്ങളാണ്. പിന്നെ ഈ വീഡിയോയിൽ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല, നമ്മുടെ സുഹൂറിൻ്റെ വിശേഷങ്ങളും കൂടി ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റംദാൻ ഇഫ്താർ ടു സുഹൂർ വ്ളോഗ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. നമ്മൾ പുറത്തായിരുന്നു, നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാനായിട്ട് ഒന്നും റെഡിയാക്കിയിട്ടില്ല. ഇന്ന് കുക്കിങ് ഒന്നും ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. കാരണം പല പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പുറത്തായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കടവത്തൂർ റെസ്റ്റോറൻറ്റിൽ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതൊക്കെ പാഴ്സലാക്കി. പിന്നെ മക്കൾക്ക് പുറത്തിറങ്ങിയപ്പോൾ 1-2 മിഠായി വേണമെന്ന് പറഞ്ഞു, കോലുമിഠായി, ലോലിപോപ്സ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മളെല്ലാം പാഴ്സലാക്കി നമ്മളൊന്ന് പോവുകയാണ്. നമുക്ക് കറക്റ്റ് നോമ്പ് തുറക്കാനുള്ള ഒരു 30 മിനിറ്റ്സ് മുന്നേയൊക്കെയാണ് നമ്മൾ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ധൃതിയിൽ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് ആവശ്യത്തിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ വേഗം വീട്ടിൽ പോയതിന് ശേഷം സ്നാക്സ് എല്ലാം ടേബിളിലേക്ക് സെറ്റാക്കി വെച്ച്, ചായയും വെച്ച്, ഫ്രൂട്ട്സും കട്ട് ചെയ്ത്, ജ്യൂസും കാര്യങ്ങളൊക്കെ കലക്കാം എന്നുള്ള ഒരു കണക്ക് കൂട്ടലിൽ 30 മിനിറ്റ്സ് മുന്നിൽ വേഗം വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മളിന്ന് സ്നാക്സായിട്ട് ഒരു 3-4 കൂട്ടം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉന്നക്കായ വാങ്ങിച്ചു, അതാണ് ആദ്യം വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് 1-2 ബീഫ് കട്ട്ലറ്റ്, പിന്നെ എന്തോ ഒരു ചിക്കൻ ഓറിയൻറ്റഡ് എന്തോ ഒരു റോള്. അങ്ങനെ നമുക്ക് വേണ്ട കുറച്ച് കൂടുതൽ ഐറ്റംസ് എടുത്തു വന്നപ്പോൾ ഐറ്റംസ് കുറച്ച് കൂടുതൽ ആയിട്ട് തോന്നി. അങ്ങനെ വാങ്ങിയ സാധനങ്ങളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പിന്നെ ഓണിയൻ പക്കോട ഉണ്ടായിരുന്നു, സമൂസ, വെജിറ്റബിൾ സമൂസ ഉണ്ടായിരുന്നു. അങ്ങനെ വെജിറ്റബിൾ സമൂസയൊക്കെ അങ്ങനെ പൊതുവെ കാണാറില്ല. അപ്പോൾ നോമ്പ് ആയതുകൊണ്ട് നമുക്ക് ഇഫ്താറിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വന്നതാണ് വെജിറ്റബിൾ സമൂസയൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്നാക്സ് ഓരോന്നോരോന്നായിട്ട് എല്ലാം കിച്ചണിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എല്ലാം നമുക്ക് ടേബിളിലേക്ക് മാറ്റാൻ പോവാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇറച്ചിപ്പത്തിരി, നമ്മുടെ ചട്ടിപ്പത്തിരി, പിന്നെ സമൂസ, അങ്ങനെ എല്ലാം വെച്ചു. അതൊക്കെ വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ചായയുടെ കാര്യങ്ങൾ നോക്കണം. ഇനിയിപ്പോൾ ജ്യൂസിൻ്റെ കാര്യം, അതിന് ശേഷം പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യണം, ഡേറ്റ്സ്, അങ്ങനെ എല്ലാം ടേബിളിലേക്ക് സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ പുറത്ത് പോയി അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് കുക്കിംഗ് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിലില്ല. നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ച നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്നാക്സും ഇഫ്താറിന് വേണ്ടി നമ്മൾ കഴിച്ച ഐറ്റംസാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൂറിൻ്റെ വിശേഷവും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ കുറച്ച് ചെറിയ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ സുഹൂറും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് റംലാൻ ഇഫ്താർ ടു സുഹൂർ വ്ളോഗ് ഡേ 12 ആയിട്ട് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചായ വയ്ക്കുകയാണ്. എനിക്കും ഇക്കാക്കുള്ള ചായ, ഏലക്കയും അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ചായ വെക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സായിട്ട് ഇന്ന് കട്ട് ചെയ്തിരിക്കുന്നത് വാട്ടർമെലൺ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേപ്സ്, പിന്നെ മുസമ്പി, ആപ്പിൾ. ഇവിടെ ഭയങ്കര നല്ല ഫ്രൂട്ട്സായി. ഇപ്പോൾ വാട്ടർമെലണും അതുപോലെ തന്നെ ഗ്രേപ്സ്, സ്ട്രോബെറി ഒക്കെ കിട്ടുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫ്രൂട്ട്സായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളിതാ കിച്ചണിൽ നിന്ന് ഓരോരോ ഐറ്റംസ് എല്ലാം എടുത്തിട്ട് നമ്മൾ ടേബിളിലേക്ക് അടുക്കി വെക്കുകയാണ്. ഈ ഒരു ഉന്നക്ക നല്ല ടേസ്റ്റാണ്. നമ്മൾ കടവത്തൂർ റെസ്റ്റോറൻറ്റ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. പിന്നെ ഈ ഒരു കട്ട്ലേറ്റിനെ കുറിച്ച് പറയാനായിട്ട്, ഇത് ബീഫ് കട്ട്ലറ്റാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രെഡ് പൗഡറിൽ മുക്കിയിട്ടില്ല. കട്ട്ലേറ്റ് ഡയറക്റ്റ് എഗ്ഗിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഒരു ടൈപ്പ് കട്ട്ലേറ്റാണിത്. നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നോർമൽ കട്ട്ലേറ്റാണ് ഇഷ്ടം. ഈ കട്ട്ലേറ്റ് കഴിച്ചപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അത് കണ്ടപ്പോൾ തന്നെ ഒരു ഇഷ്ടക്കേട് തോന്നി. അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. പിന്നെ ഒണിയൻ പക്കോട എന്ന് പറയുന്നത് ഇക്കാടെയൊക്കെ ഫേവറേറ്റാണ്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബാക്കി ഐറ്റംസൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. എങ്കിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച്
അത് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഓരോ സ്നാക്സിൻ്റെ ടേസ്റ്റൊന്നും നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഓരോ ഫില്ലിങ്ങൊക്കെ വെച്ച് ഓരോ സ്പെഷ്യൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് റെഡിയാക്കി കഴിക്കുന്ന ആ ഒരു സ്നാക്സിൻ്റെ ടേസ്റ്റൊന്നും നമ്മൾ എന്താ പറയുക റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് എടുക്കുന്ന ഇഫ്താർ സ്നാക്സിന് ഉണ്ടാവുന്നില്ല. എന്നാൽ എല്ലാം അങ്ങനെ ആയിരിക്കുകയില്ല, പക്ഷേ എനിക്കിത് കഴിച്ചിടത്തോളം അത്ര ടേസ്റ്റി ആയിട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ നമുക്ക് നോമ്പ് തുറക്കാനുള്ള എല്ലാ ഐറ്റംസും ടേബിളിലേക്ക് സെറ്റാക്കി വെച്ചു. സ്നാക്സായിട്ടും ഫ്രൂട്ട്സായിട്ടും ഇനിയിപ്പോൾ ടൊമാറ്റോ സോസായിട്ടും അങ്ങനെ, പിന്നെ ചായയും ജ്യൂസും എല്ലാം വെച്ചിട്ട് നമ്മളിതാ നന്നായിട്ട് നോമ്പൊക്കെ തുറന്നു. അത് കഴിഞ്ഞ് പ്രയറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം ഒരു 9:30 10 കൂടിയിട്ട് നമ്മൾ ഫ്രണ്ട്സും കസിൻസും നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് അജ്മാനിലേക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അജ്മാനിൽ എല്ലാവരും കൂടി ഇന്ന് അജ്മാനിൽ കുറേ നേരം കൂടാമെന്ന് തീരുമാനിച്ചു. ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് നമ്മൾ മക്കളെയൊക്കെ റെഡിയാക്കി നമ്മളും റെഡിയാക്കി പോവുകയാണ്. അപ്പോൾ നമ്മുടെ നോമ്പൊക്കെ തുറന്നു. അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച സ്നാക്സ്, ചായ, ജ്യൂസ്, ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് കഴിച്ചപ്പോഴത്തേനും നമുക്ക് മെയിൻ കോഴ്സ് കഴിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളത് കഴിച്ചില്ല. നമ്മൾ സുഹൂർ ഡയറക്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ കുറേ നേരം ഇരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ സുഹൂറിന് വേണ്ടിയിട്ട് നമ്മൾ അജ്മാനിലെ പാനൂർ റെസ്റ്റോറൻറ്റ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റാണ്, അവിടെ പോയിട്ട് നമ്മളെല്ലാവരും കൂടി സുഹൂറിന് വേണ്ടിയിട്ട് ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. നല്ല അടിപൊളി, നല്ല സൂപ്പർ ചട്ടിച്ചോറായിരുന്നു. മീൻകറിയും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ ഓംലെറ്റും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള നല്ല അടിപൊളി ഒരു ചട്ടിച്ചോറൊക്കെ കഴിച്ചു. അതിനുശേഷം ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. ഇത്രയൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഇഫ്താർ ടു സുഹൂർ വ്ളോഗ് എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു ഫോർ